മേഘയ്ക്ക് ഭയങ്കര സംശയമായിരുന്നു. എപ്പോഴും ഭർത്താവിനെ സംശയിക്കുമായിരുന്നു അവൾ. അവൾ ഈ സ്വഭാവം മാറ്റാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം ഭർത്താവ് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. ഭർത്താവ് വീട്ടിലെത്തിയപ്പോ അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിക്കും, എന്താണ് അതുൽ ഇങ്ങനെ എപ്പോഴും ലേറ്റ് ആവുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലേ പെട്ടെന്ന് വീട്ടിൽ വരണമെന്ന്. ഓഫീസിന്റെ ടൈം 7 മണിക്കല്ലേ, ഇപ്പൊ എന്താ 8 മണിയായത്? മേഘ, എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ 7 മണിയാകുമ്പോൾ വീട്ടിലെത്താറില്ലേ? വഴിയിൽ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. അവനുമായി ഒരു ചായ കുടിക്കാൻ കയറി. അതാണ് ലേറ്റ് ആയത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനോട് സംസാരിക്കാനും ചായ കുടിക്കാനായിരുന്നെങ്കിലേ വീട്ടിലേക്ക് എന്തുകൊണ്ട് വിളിച്ചുകൊണ്ട് വരുന്നില്ല? എൻ്റെ പൊന്നെ, ഇനി അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാവേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞു വന്നേക്കരുത് കേട്ടോ. നിന്നെ ഞാൻ അടുക്കളയിൽ മാത്രം ആക്കിയെന്ന്. അതുൽ ഇത് പറഞ്ഞ് അവന്റെ മുറിയിലേക്ക് പോകും. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം മേഘയുടെ മൂഡ് നല്ലതായിരുന്നു. അതുലിനെ വിളിച്ചപ്പോ ഫോൺ ബിസി ആയിരുന്നു. ഓഫീസിൽ പോകുന്നത് ജോലി ചെയ്യാനാണോ അത് ഫോൺ വിളിക്കാനാണോ? ഞാൻ 3 പ്രാവശ്യമായിട്ട് വിളിക്കുക, അപ്പോഴൊക്കെ ബിസി. മേഘ അതുലിനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അതുലിനും ടെൻഷനായിട്ട് അവൻ ഫോൺ എടുത്ത് പറയും, എന്താണ് എന്താണ് കാര്യം? നീ ഓക്കെ അല്ലേ? നിനക്കറിയാലോ, ഞാൻ ഒരു കോളിലാണെങ്കിൽ അതൊന്ന് വെയിറ്റ് ചെയ്തൂടെ? ആദ്യം നിങ്ങൾ പറ, നിങ്ങൾ ഫോണിൽ ഇത്ര ബിസി എന്തായിരുന്നു? ഞാൻ വിളിച്ചത് കണ്ടില്ലേ, എന്താ എടുക്കാതിരുന്നത്? അത് പിന്നെ മേഘ, അമ്മ നാട്ടിൽ നിന്ന് വിളിച്ചാണ്. അമ്മയോട് സംസാരിക്കുകയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് വൈകിയത്. നിനക്കൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? ഇത്ര തിരക്ക് പിടിച്ചിട്ട് എന്താണ് കാര്യം? കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഹാഫ് ഡേ ലീവ് എടുത്തിട്ടേ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് നിങ്ങള്. അതുൽ മേഘ പറഞ്ഞ കാര്യം ഓർത്തിട്ട് ഞെട്ടിപ്പോയി. അതുൽ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ മേഘ അവൾ പ്രഗ്നന്റ് ആണെന്ന് പറയും. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ തന്നെ അവർ ഡോക്ടറിന്റെ അടുത്തേക്ക് വണ്ടി എടുത്തു പോകും. അപ്പോൾ ഡോക്ടർ അവരോട് പറയും, നോക്കൂ, മേഘയുടെ ആരോഗ്യനില ഇച്ചിരി കുഴപ്പത്തിലാണ്. അവൾക്ക് ബെഡ് റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. വീട്ടിലെ ഒരു ജോലിയും ചെയ്യിപ്പിക്കരുത് കേട്ടോ. എത്ര റെസ്റ്റ് എടുക്കുമോ അത്രയും നല്ലതാണ്. ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് അതുലിനും മേഘയ്ക്കും ഒരുപാട് ടെൻഷനായി. അടുത്ത ദിവസം അതുൽ വീട്ടിലേക്ക് ഒരു വേലക്കാരിയെ കൊണ്ടുവരും. അവളെ കണ്ട് മേഘ പറയും, അതുൽ ഇത് ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് പറ, ഇവൾ ആരാണെന്ന്. നിനക്കാണെങ്കിൽ വീട്ടുജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഓഫീസ് കാരണം ഇവിടുത്തെ ജോലി ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു ജോലിക്കാരിയെ കൊണ്ടുവന്നു. അവൾ ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കി നടത്തിക്കോളും. എനിക്ക് നന്നായിട്ട് അറിയാം എന്തിനായി വേലക്കാരിയെ കൊണ്ടുവന്നേക്കണെന്ന്. കുഴപ്പമില്ല, ഇപ്പൊ എന്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി, അഡ്ജസ്റ്റ് ചെയ്തേക്കാം. എന്റെ ഈ പ്രഗ്നൻസി മാറട്ടെ, എന്നിട്ട് ഇവളെ എടുത്ത് ഇവിടുന്ന് തൂക്കിക്കളയാം. അവള് മനസ്സിൽ ഈ കാര്യം പറഞ്ഞ് ആ വേലക്കാരിയെ ആക്സെപ്റ്റ് ചെയ്യും. ജോലിക്കാരിയുടെ പേര് രൂപയായിരുന്നു. കാണാൻ നല്ല സുന്ദരിയുമായിരുന്നു. അവൾ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം മേഘയെ അതുൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതുൽ കടലക്കറി കഴിച്ചിട്ട് പറഞ്ഞു, മേഘ, നീ നല്ല കടലക്കറിയാണ് ഇന്നുണ്ടാക്കിയത്. സോറി രൂപ, നീ നല്ല കടലക്കറിയാണ് ഉണ്ടാക്കിയത്. അറിയാതെ വായിന്ന് മേഘ എന്ന് വന്നതാണ്. അത് കുഴപ്പമില്ല സാർ. മേഘ ദേഷ്യത്തോട് അവരോട് പറഞ്ഞു. അതെന്താ കുഴപ്പമില്ലാത്ത? സ്വന്തം ഭാര്യയും വേലക്കാരിയും തിരിച്ചറിയാൻ പറ്റാതെ ആയോ? അവളെ എന്തിനാ എന്റെ പേര് വിളിച്ചത് നിങ്ങള്? ഓ എൻ്റെ പൊന്നെ, ക്ഷമിക്ക്. നിന്റെ പേരിൽ എനിക്ക് ശീലമുള്ളൂ. അറിയാണ്ട് വന്നുപോയതാ, അതിനി കൊല്ലണ്ട. രൂപ ഇവിടെ എന്ത് കാണാനാണ് നിൽക്കുന്നത്? വേറെ അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ, പോയി അത് ചെയ്യട്ടോ. കുറെ മാസങ്ങൾക്ക് ശേഷം രൂപയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയായി. കുഞ്ഞ് ജനിച്ചതോടെ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. പ്രസവിച്ചിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുലിനോട് മേഘ പറയും, അതുൽ, നമ്മുടെ കുഞ്ഞിനിപ്പോ ഒരാഴ്ചയായില്ലേ? ഞാൻ പറയാണെങ്കിൽ രൂപേനെ നമുക്ക് പിരിച്ചുവിട്ടേക്കാം. കുറെ ആയില്ലേ നമ്മുടെ വീട്ടിൽ ഇവള് താമസിക്കുന്നു. ഇവള് കാരണം നമുക്ക് പ്രൈവസി പോലും ഇല്ലാതെയായി. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നമ്മുടെ കുഞ്ഞ് ജനിച്ചിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. നിനക്ക് കുഞ്ഞിന്റെ കാര്യം നോക്കണ്ടേ അപ്പോ? പിന്നെ നീ എങ്ങനെ വീട് നോക്കുന്നേ? എനിക്കറിയാം, നിനക്ക് അവളെ പറഞ്ഞു വിട്ടിട്ട് എന്നെ കൊണ്ട് ഇവിടെ ജോലി ചെയ്യിപ്പിക്കാനല്ലേ. എനിക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല കേട്ടോ. മേഘ ഈ കാര്യം കേട്ട് മിണ്ടാതിരിക്കും. കുഞ്ഞിന് 2 മാസം കഴിയുമ്പോഴേക്കും ഒരു വൈകുന്നേരം അതുൽ ജോലിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ രൂപേനെ വിളിക്കും. രൂപ, രൂപ നീ എവിടെയാ? എനിക്ക് ഒരു ഗ്ലാസ് ചൂട് ചായ എടുത്തോണ്ട് വന്നേ. അതുൽ കുറെ നേരം രൂപയെ വിളിച്ചോണ്ടിരിക്കും. പക്ഷെ അപ്പോഴേക്കും മേഘ കയ്യിൽ ചായയുമായിട്ട് വരും. അവളെ കണ്ട് ഞെട്ടി അതുൽ പറയും, ഇതെന്താണ് മേഘ നീ ചായ കൊണ്ടുവരുന്നത്? രൂപ ഇന്ന് അവധിയാണോ? ഇല്ല അതുൽ, അവൾ അവധിയൊന്നും എടുത്തിട്ടില്ല. അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്തിനാന്നാ വെറുതെ സാലറി വേസ്റ്റ് ആക്കുന്നത്? ആ പൈസ നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടി സേവിങ്സ് ആക്കിയിട്ട് വെച്ചൂടെ? ചില സമയത്ത് അവളുടെ സ്വഭാവം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനാണ് അവരെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടത്? നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടല്ലേ അവരുടെ കുടുംബത്തിലെ ചെലവുകളെല്ലാം നടക്കുന്നത്. അവളെങ്ങനെയായാലും നിങ്ങൾക്കെന്താണ് ഇത്ര പ്രശ്നം? നിങ്ങളെന്തിനാ അവളെ ഓർത്ത് ഇത്ര വിഷമിക്കുന്നത്? ഇപ്പൊ ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. രാവിലെ മുഴുവൻ നമ്മുടെ മകൻ ഉറങ്ങുകയല്ലേ, എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ആലോചിക്കണ്ട. ഇവിടുത്തെ വീട്ടിലെ ജോലിയിലെ പ്രഷറൊന്നും ഞാൻ നിങ്ങൾക്ക് തരില്ല. അങ്ങനെ അതുലും മേഘയും ഉറങ്ങുകയായിരുന്നു. രാത്രി ഒരു 11 മണിയായപ്പോ അതുലിന്റെ ഫോണിലൊരു കോള് വന്നു. മേഘ മനസ്സിൽ പറയും, ഇത്രയും രാത്രി ആരാ ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുന്നത്?
ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതുൽ എണീറ്റതിന് ശേഷം നേരെ ബാൽക്കണി പോയിരുന്ന് സംസാരിക്കും. മേഘയും ഉറക്കത്തിന്ന് എണീറ്റു. അവളും പയ്യെ പയ്യെ ബാൽക്കണി പോയിട്ട് അവൻ എന്താ സംസാരിക്കണേന്ന് കേൾക്കും. ഓ അങ്ങനെയാണോ? നീ വിഷമിക്കണ്ട. ഞാൻ നാളെ തന്നെ നിന്നെ ഒന്ന് കണ്ടോളാം. ഒട്ടും തന്നെ നീ വിഷമിക്കണ്ട. കരയരുത് കേട്ടോ. ഞാനില്ല നിന്റെ കൂടെ. ടെൻഷൻ അടിക്കാതെ. സംസാരിച്ചതിന് ശേഷം അതുൽ ആരും അറിയാതെ ഒന്നും നടക്കാത്ത പോലെ അവളുടെ അടുത്ത് പോയി കിടന്നുറങ്ങും. മേഘയ്ക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല, എന്താണ് കാര്യമെന്നറിയാത്തതുകൊണ്ട്. അടുത്ത ദിവസം അതുൽ ഓഫീസിലേക്ക് പോകും. മേഘ വീട്ടിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. അവൾ സ്വന്തമായിട്ട് പറയും, ഉറപ്പായിട്ടും അതുലിന് എന്തോ ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ രാത്രിയൊക്കെ ഫോൺ ചെയ്ത് കരയരുത്, വിഷമിക്കരുത്, ഞാനുണ്ടെന്നൊക്കെ പറയുമോ. ഇന്ന് അദ്ദേഹം ഓഫീസിൽ പോയിട്ട് ആ വഴി അവളെ കാണാൻ പോകും. എന്നിട്ട് എന്നോട് പറയും ലേറ്റായിട്ടേ വരുള്ളൂന്ന്. കരഞ്ഞ സമയത്ത് അതുലിന്റെ കോള് വരും. അപ്പോൾ അതുൽ മേഘയോട് പറയും, മേഘ, ഇന്ന് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ വരാൻ ലേറ്റ് ആവും. നീ ആഹാരം കഴിച്ച് കിടന്നോളൂ. മേഘ ഈ കാര്യം കേട്ട് വീണ്ടും വീണ്ടും പൊട്ടിക്കരഞ്ഞോണ്ടിരുന്നു. കാരണം അവളുടെ സംശയം സത്യമായി. അവൾ അതുലിന്റെ ഓഫീസിന്റെ അവിടെ പോയി ഒളിഞ്ഞിരിക്കും. അതുൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ അവൾ അവന്റെ പുറകെ പോകും. അതുൽ നേരെ രൂപയുടെ വീട്ടിലേക്കാണ് പോയത്. രൂപ അവനെ കണ്ടതും കരഞ്ഞു. ഇന്ന രൂപ, ഇത് പിടിക്കുക. എന്റെ സാലറിയിൽ നിന്ന് എടുത്ത കുറച്ച് പണമാണിത്. നിങ്ങളുടെ വീട്ടിലെ ചെലവുകളൊക്കെ നടക്കട്ടെ. ഞാൻ എങ്ങനെ ഈ പൈസ വാങ്ങുന്നത്? അതിനിപ്പോ എന്താ, നീ എന്റെ സ്വന്തം അല്ലേ? ഇത് കേട്ടതോടെ മേഘയുടെ ഹൃദയം തകർന്നു. മേഘ അകത്തേക്ക് പോയി ഒരൊറ്റ എണ്ണം കൊടുക്കും രൂപയ്ക്ക്. ഞാൻ ഒരിക്കലും കരുതിയില്ല എന്റെ ഭർത്താവ് ഒരു വേലക്കാരുടെ വീട്ടിലായിരിക്കുമെന്ന്. ഞാൻ കരുതിയത് നിങ്ങൾ ഏതോ വലിയ വീട്ടിലെ പെണ്ണുമായിട്ട് അഫെയർ നടത്തുകയാണെന്നാണ്. ഒരിക്കലും ഈ വേലക്കാരിയുടെ അടുത്ത് ഇങ്ങനെ ആവൂന്ന്. ശ്ശേ. മേഘയുടെ വായിൽ നിന്നും ഇത് കേട്ടപ്പോ അതുലിന് വളരെ ദേഷ്യം വന്നു. അതുൽ ഒരെണ്ണം കവളത്ത് നോക്കി കൊടുത്തിട്ട് പറയും, മതി. നിന്റെ ഈ വൃത്തികെട്ട ചിന്താഗതി കാരണമാണ് ഞാൻ നിന്നോടൊന്നും ഇതുവരെ പറയാത്തെ. നീ രൂപയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് അവൾക്ക് വേറൊരു ജോലി പോലും കിട്ടിയിട്ടില്ല. ഈ വയ്യാത്ത ഭർത്താവിന്റെയും പിഞ്ചു കുഞ്ഞിന്റെയും കാര്യം വളരെ കഷ്ടത്തിലാണ്. ഞാനൊരു സഹോദരനായി കണ്ടാണ് അവളെ സഹായിക്കാമെന്ന് കരുതിയത്. നിന്നോട് പറയാന്ന് വെച്ചാൽ നിനക്ക് അതിനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇല്ലല്ലോ. മേഘ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചു. പക്ഷെ അവളുടെ ഭർത്താവ് ഒരു വേലക്കാരിയുടെ വീട്ടിലാണെന്നറിഞ്ഞപ്പോൾ അവൾക്കത് താങ്ങാൻ പറ്റിയില്ല. എന്നാൽ എന്തിനവൻ അവളുടെ വീട്ടിൽ പോയെന്ന് അറിഞ്ഞില്ല. ഇതിനുശേഷം മേഘ വാക്കുകൊടുക്കും, ഇനി ഒരിക്കലും അതുലിനെ ഇങ്ങനെ സംശയിക്കില്ലെന്ന്. സന്തോഷത്തോടെ തന്നെ അവര് രണ്ടുപേരും നല്ലൊരു ജീവിതവും തുടങ്ങി. മുംബൈയിൽ മഴക്കാല മാസം തുടങ്ങിയിരുന്നു. അതേ സ്ഥലത്തെ മീര റോഡിൽ രാധേ സാരി എന്ന് പറയുന്ന ഫേമസ് കടയുണ്ടായിരുന്നു. പല നിറത്തിലുള്ള സാരികൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ബഹളമായിരുന്നു. ആ കടയിലെ മുതലാളി രാധേശ്യാം, അദ്ദേഹം നല്ലൊരു മനുഷ്യനും സത്യസന്ധനുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ കടയിൽ ഒരു പാവപ്പെട്ട നല്ല സ്വഭാവമുള്ള പൂജ അനാഥയാണ്. ചെറുപ്പം തൊട്ടേ ചിറ്റമ്മയും ചിറ്റപ്പന്റെ കൂടെയായിരുന്നു. ചിറ്റമ്മയ്ക്ക് അവളെ അത്ര ഇഷ്ടമല്ലായിരുന്നു. പഠിക്കാനായി കാശില്ലാത്തതുകൊണ്ട് തന്നെ അവൾ പഠിത്തം നിർത്തി ജോലിക്ക് കയറി. എന്നത്തെയും പോലെ രാവിലത്തെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ ജോലിക്ക് പോകും. ഒരു ദിവസം രാവിലെ 10 മണിക്ക് കട തുറന്നു. പുറത്തൊരു ബോർഡിൽ എഴുതിയിരുന്നു, കല്യാണ സാരികൾക്ക് നല്ല വില കുറവെന്ന്. കല്യാണത്തിന്റെ മാസമായിരുന്നു അത്. പൂജ നല്ല സാരികൾ ഒതുക്കുകയായിരുന്നു. അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരി സംഗീത അവിടെ വരും. അതെ പൂജ, ഈ കടയിലെ ഭംഗി കൂട്ടുകയാണോ? സംഗീത, ഞാനിതെന്നും ചെയ്യാറുണ്ട്. ജോലിയാണ്, ഭംഗി കൂട്ടുന്നതല്ല. ജോലിയൊക്കെ തന്നെ, പക്ഷെ നിന്നെ കണ്ട ഒരു കല്യാണ പെണ്ണായി തോന്നും. എന്റെ കൂട്ടുകാരിക്ക് എന്ത് ഭംഗിയാണ്. ഒന്ന് പോയിക്കേ, എന്റെ തലയെഴുത്തില് കല്യാണ പെണ്ണാകാന്നൊന്നുമില്ല. ഈ പാവപ്പെട്ടവളെ ആര് കല്യാണം കഴിക്കാനാ? എന്റെ പാവപ്പെട്ടവർക്ക് കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ലേ? അതൊക്കെ വിട്. ഈ രാവിലെ തന്നെ നീ ഇവിടെ എന്താ വന്നത്? അതെ, അമ്മ വീട്ടില് പായസം ഉണ്ടാക്കി. ഞാൻ കോളേജിൽ പോവല്ലേ, അപ്പൊ അമ്മ പറഞ്ഞു പൂജയ്ക്കും കൂടെ കൊടുക്കാൻ. ആ, ആന്റി പായസം ഉണ്ടാക്കിയോ? അത് പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആന്റിക്ക് പണ്ടേ എന്നെ ഭയങ്കര ഇഷ്ടാ. സംഗീത എന്തേലും പറയുന്നതിന് മുമ്പ് തന്നെ കടയിൽ തിരക്കായി. ശരിയെന്നാ ഞാൻ പോയിട്ട് വരാട്ടോ. എന്നത്തെയും പോലെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി അവൾ. കസ്റ്റമേഴ്സിന് സാരി കാണിക്കാൻ തുടങ്ങി. അവൾക്കിടയ്ക്ക് സമയം കിട്ടിയപ്പോ അവൾ ആ പായസം എടുത്ത് കുടിക്കാൻ തുടങ്ങി. കാരണം അവൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ലായിരുന്നു. അവളുടെ ചിറ്റമ്മ ഒരുപാട് ജോലി ചെയ്യിപ്പിക്കും അവളെ കൊണ്ട്. പക്ഷെ ഭക്ഷണം 2 നേരത്തെ കൊടുക്കുകയുള്ളൂ. ഉച്ചയായപ്പോൾ ഒരു കുടുംബം അവിടെ വന്നു. അതിലൊരു വയസ്സായ സ്ത്രീ ശകുന്തള ഉണ്ടായിരുന്നു. മകൻ അമിതും മകൾ നന്ദിനിയും ഉണ്ടായിരുന്നു. നന്ദിനിയുടെ വിവാഹത്തിന് വേണ്ടി വസ്ത്രങ്ങൾ എടുക്കാൻ വന്നതാണ്. മോളെ, എന്റെ മകൾക്ക് വേണ്ടി ബനാറസിയും പിന്നെ സിൽക്ക് ടൈപ്പ് സാരി കാണിച്ചേ.
ആ, ഉറപ്പായിട്ടും. ഇരിക്കൂ, ഞാൻ സാരി കാണിക്കാം. അങ്ങനെ പൂജ അടിപൊളി സാരികൾ അവിടെ കാണിക്കാൻ തുടങ്ങി. പല നിറത്തിലുള്ള പല ഡിസൈനിലുമുള്ള സാരികൾ കാണിക്കാൻ തുടങ്ങി. അമ്മ, ഇതിന് നല്ല ഭംഗിയുണ്ട്. അതെ, എനിക്കും ഇഷ്ടമായി. അതെ, ഇത് ബനാറസിയാണ്. ഇത് കല്യാണത്തിന് പെർഫെക്റ്റ് ആയിരിക്കും. അമിത് ഒരു കോളിലായിരുന്നു. അപ്പോഴാണ് അവൻ അവളെ നോക്കുന്നത്. അവൻ ശ്രദ്ധിക്കുകയായിരുന്നു. പൂജ എന്ത് ഭംഗിയായിട്ടാണ് ഓരോ സാരിയെക്കുറിച്ച് വർണ്ണിക്കുന്നത്. പൂജയുടെ സത്യസന്ധ സ്വഭാവം അവളുടെ മുഖത്ത് തന്നെ കാണാമായിരുന്നു. അവൻ അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. അമിത്, നീ പറ, എങ്ങനെയുണ്ട് കാണാൻ? കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ സാരി നീ ഒരു തവണ പോലും ഒന്നും നോക്കിയില്ലല്ലോ. അമ്മ, ഞാൻ ഈ പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ, നല്ല രസമുണ്ട്. കണ്ടിട്ട് നല്ല കുടുംബത്തിലെയാന്ന് തോന്നുന്നു. കുഴപ്പമില്ല അല്ലേ? കുറെ നേരം സാരികൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ശകുന്തല ആ കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി. ഓളെ, നിന്റെ പേരെന്താണ്? എത്ര നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നേ? അതെ, എന്റെ പേര് പൂജ. 3 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നേ. ഓ, അങ്ങനെയാണോ? അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചിറ്റമ്മയും ചിറ്റപ്പനും മാത്രം. ഇത് പറഞ്ഞപ്പോഴേക്കും പൂജയുടെ മുഖം വാടി. എന്തു പറ്റി മോളെ? അത് ആന്റി, അവർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണ്. അവര് എന്നെ സ്വന്തം മോളായിട്ട് കരുതിയിട്ടില്ല. ശകുന്തളയ്ക്ക് പൂജ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യമായി. ഇത്രയും പാവം പിടിച്ച കുട്ടി നമ്മുടെ വീട്ടിലെ മരുമകളായാൽ നല്ലതായിരിക്കും. ഇത് കഴിഞ്ഞ് കുറെ സാരികൾ അവര് മേടിച്ചു. എല്ലാം പൂജ പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പോകുന്ന സമയത്ത് അമിത് അവളോട് പറഞ്ഞു. അതെ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, പറയൂ. നിങ്ങൾ ഇത്രയും സുന്ദരിയായിട്ടും നിങ്ങളുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞില്ല? എന്റെ കല്യാണമോ? എന്നെ ആര് വിവാഹം ചെയ്യാനാ? എന്റെല് പൈസയില്ല, സ്വന്തക്കാരുമില്ല. അമിത് അവള് പറഞ്ഞത് കേട്ട് ഒന്നും മിണ്ടിയില്ല. അവന് വല്ലാണ്ട് പൂജയെ ബോധിച്ചിരുന്നു. പോകുന്ന സമയത്ത് അമിത് അവൾക്ക് നമ്പർ കൊടുത്തു. അമിത് വീട്ടിൽ വന്നിട്ടും പൂജയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ കാര്യം അമ്മയ്ക്കും അനീതിക്കും ശരിക്കും മനസ്സിലായി. കുറച്ചു ദിവസത്തിന് ശേഷം അമിത്തിന്റെ അനീതിയുടെ വിവാഹം കഴിയും. അനീതി പോയതോടെ ആ വീട് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ശകുന്തള അമിത്തിന്റെ വിവാഹത്തിന്റെ കാര്യം ആലോചിച്ചു. അതിനുവേണ്ടി രണ്ടുപേരും കൂടെ രാധേശ്യാമിന്റെ കടയിലെത്തും. രാധേശ്യാംജി, എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം. ആ ചേച്ചി, പറയേ. നിങ്ങളെ ഇവിടെ ജോലി ചെയ്യുന്ന പൂജേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ എന്റെ മരുമോളാവണമെന്നാ എന്റെ ആഗ്രഹം. ഇത് കേട്ട് രാധേശ്യാം ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് പുള്ളിക്ക് സന്തോഷമായി. ആഹാ, അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ. അത് പിന്നെ പൂജയ്ക്ക് ഇഷ്ടമാണെങ്കിലേ നടക്കത്തുള്ളൂ. അങ്ങനെ പൂജയെ വിളിപ്പിച്ചു. മോളെ, ശകുന്തളക്ക് നിന്നെ മരുമകളാക്കാൻ ആഗ്രഹം. നിനക്ക് സമ്മതമാണോ? എന്ത്? ഞാനോ? പക്ഷേ. അതെ മോളെ, എന്റെ മോൻ അമിത്തിന് നിന്നെ ഇഷ്ടമാ. നിനക്ക് എന്റെ വീട്ടില് ബഹുമാനം കിട്ടും. നിന്നെ പോലത്തെ ഒരു കുട്ടിയെ തപ്പി നടക്കുകയായിരുന്നു. പറ, നീ എന്റെ വീട്ടിലെ മരുമകളാകുമോ? ഇത് കേട്ട് പൂജയുടെ കണ്ണു നിറഞ്ഞുപോയി. അവളുടെ ജീവിതത്തിൽ ഇത്രയും നാളും വെറുപ്പ് മാത്രമായിരുന്നു. ഇപ്പോഴാണ് അവൾക്ക് ബഹുമാനവും സ്നേഹവും കിട്ടുന്നത്. അത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ചിറ്റപ്പനോട് ചിറ്റമ്മയോട് ഈ കാര്യം ഒന്ന് പറയാമോ? അമ്മ, പൂജയുടെ ആഗ്രഹം ഇതാണെങ്കിൽ നമുക്ക് അവളുടെ വീട്ടിൽ പോകാം. അടുത്ത ദിവസം ഈ കാര്യം പറയാൻ അവളുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ആലോചന വന്നപ്പോഴേക്കും അവളുടെ ചിറ്റപ്പനും ചിറ്റമ്മയും ഈ കല്യാണത്തിന് സമ്മതം കൊടുത്തില്ല. അയ്യോ, വേണ്ടേ, ഇതുപോലത്തെ വലിയ വീട്ടിലൊന്നും എന്റെ മോളെ കെട്ടിക്കണ്ട. നാളെ വന്നിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ഇവിടെ നിർത്തി തരാനാ? അതെ, ഞങ്ങൾക്ക് ഒന്നുമേ വേണ്ട. ഞങ്ങൾക്കിത് വേണ്ട. അല്ലെങ്കിൽ ഇവൾ അനാഥയാണ്. നാളെ ഇനി നിങ്ങൾക്ക് ഇവളെ വേണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ തിരികെ ഇവിടെ തന്നെ കൊണ്ടുവിടില്ലേ? പിന്നെ ഇവളെ ആര് കെട്ടാനാ? നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. ഇനി മേല ഇവളുടെ പുറകെ നടക്കാനായിട്ട് നോക്കണ്ട. അവരെല്ലാവരും അവിടെ നിന്ന് പോകും. പൂജയ്ക്ക് നടന്ന സംഭവത്തിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷെ അമിത്തിന് അവളെ മറക്കാൻ പറ്റുന്നില്ല. എന്തിനാ അമിത് ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്? എന്നെ മറന്നേക്ക്. എന്റെ ചിറ്റപ്പനും ചിറ്റമ്മയും നമ്മളെ ഒരുമിച്ച് കണ്ടാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നത് എന്നേക്കുമായി നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ്. പറയൂ, നീ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? ഞാൻ നിന്നെ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാനും തയ്യാറാണ്. പൂജ സമ്മതം മൂളും. അപ്പോഴേക്കും ശകുന്തളയ്ക്ക് വിഷമം വന്നിട്ട് പറയും. എനിക്കൊരൊറ്റ മോനാണ് അമിത്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവന്റെ കല്യാണം വലിയ ആഘോഷത്തോടെ നടത്തണമെന്ന്. അതിനിപ്പോ ആഗ്രഹം മാത്രമായി. ഇത് കേട്ട് രാധേശ്യാം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു. അല്ല, പെണ്ണ് കണ്ടത് ഇവിടെ വെച്ച് തന്നെയല്ലേ? എന്നാ പിന്നെ കല്യാണം ഇവിടെ തന്നെ ആവട്ടെ. പൂജ ഈ കടയെ സ്വന്തം വീട് പോലെയാണ് കാണുന്നത്. ഇതാണ് അവളുടെ സ്വന്തം വീട്. എല്ലാരും ചിരിച്ചു. പക്ഷെ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാരും തീരുമാനിച്ചു സാധാരണ രീതിയിൽ സാരിക്കടയിൽ തന്നെ പൂജയുടെ വിവാഹം നടത്താമെന്ന്. അങ്ങനെ സാരിക്കട നല്ല രീതിയിൽ തന്നെ വലിയ ആർഭാടത്തോടെ ഒരുക്കി. അന്ന് നന്ദിനിയെ കാണിച്ച ചുമന്ന
സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായി പൂജ മണ്ഡപത്തിൽ ഇരിക്കുകയായിരുന്നു. പൂജാരി കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ചു. മംഗളകരമായി അവരുടെ വിവാഹം കഴിഞ്ഞു. രാധേശ്യാം അഭിമാനത്തോടെ പറഞ്ഞു, എനിക്കിപ്പോ സന്തോഷമായി. ഈ കടയിൽ തുണിക്കച്ചവടം മാത്രമല്ല, ഒരു മംഗളകർമ്മം കൂടി നടന്നല്ലോ. ഈ കട എന്റെ ജീവിതം മാറ്റിമറിച്ചു. ഇതാണ് എന്റെ ശരിക്കുമുള്ള വീട്. സാരിക്കട സാരി വിൽക്കുന്ന കട മാത്രമല്ല, അവിടെ ഒരുപാട് പുതിയ ബന്ധങ്ങൾ പൂവണിഞ്ഞ സ്ഥലവും കൂടെയായി. പൂജയുടെ ജീവിതത്തിൽ എപ്പോഴും വെറുപ്പും ആക്ഷേപവും മാത്രമായിരുന്നു. ഇപ്പോൾ അവൾ നല്ല ഭാര്യയായി നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു. Thanks for watching.